ഡിയേഴ്സ്, അബേലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു പാവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ. പാവയ്ക്കയുടെ മുകളിലത്തെ ആ മുള്ളില്ലേ, പതുക്കെ എങ്ങനെയൊന്നും ചികി കൊടുത്താൽ ആ പാവയ്ക്കയ്ക്ക് കയ്പുണ്ടാവില്ല കേട്ടോ. പാവയ്ക്കയും അച്ചിങ്ങയുടെ തോരൻ വെക്കണതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ പാവയ്ക്ക ഫ്രൈ അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പാവയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിന് വെയിലത്ത് ഉണക്കിയെടുക്കാറുണ്ട്, ഫ്രൈയും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇതുവരെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മ ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുത്ത് കുറേ നാളുകൾ ഇങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പോൾ 2 എണ്ണം ഞാൻ ഇപ്പോഴത്തേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്ത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ആ കുരുവും കാര്യങ്ങളൊക്കെ കൈകൊണ്ട് തന്നെ ഒന്ന് എടുത്ത് കളയാം കേട്ടോ. അങ്ങനെ പാവയ്ക്ക ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് തിരുമിയെടുക്കാമേ. ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞിടാം, പിന്നെ തേങ്ങാക്കൊത്തും അരിഞ്ഞിടാം കേട്ടോ. അതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക സാധനം നമുക്ക് കൂടി കിട്ടും കേട്ടോ. അതിനിടയ്ക്ക് ആ തേങ്ങാക്കൊത്തും പച്ചമുളകൊക്കെ കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഒരു പച്ചമുളകില്ലാത്ത കാരണം ഞാൻ വെള്ളക്കാന്താരിയും പച്ചക്കാന്താരിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാന്താരി എന്തിനാ കൂടുതലെന്ന് പറയില്ലേ, അതുകൊണ്ട് കാന്താരി അധികം ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് ഇത്രയും ഇട്ട് ഇളക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാനിതൊന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇനി ഫ്രൈ ചെയ്യാൻ പോകുന്നു. ഞാനൊരു കുഞ്ഞ് ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് അത് എണ്ണയിൽ മുങ്ങാൻ പാകത്തിനുള്ള പാവയ്ക്ക ഇട്ട് കൊടുക്കാമേ. ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുമേ. ഇതൊക്കെ മിക്ക എല്ലാവർക്കും അറിയാവുന്നതല്ലെന്ന് വിചാരിക്കും, പക്ഷേ അറിയാത്തവരും ഉണ്ട് കേട്ടോ. അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പാവയ്ക്ക കയ്പായതുകൊണ്ട് തന്നെ ആ കയ്പ്പ് കാരണം കഴിക്കാൻ മടിക്കുന്നവരുമുണ്ട്. പക്ഷേ അതിൻ്റെ ആ മുള്ള് ചെത്തി കളയുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ കയ്പ്പുണ്ടാവില്ല. ഞാനും അങ്ങനെ പാവയ്ക്ക ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ മുള്ള് ചെത്തി കളഞ്ഞാൽ അതിൻ്റെ കയ്പ്പ് മാറുമെന്ന് അറിഞ്ഞതോടെ ഞാനിപ്പം പാവയ്ക്ക വാങ്ങിക്കാറുണ്ട് കേട്ടോ. പാവയ്ക്ക വാങ്ങിച്ച് തോരനും ഇതുപോലെ പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. അതുപോലെ എന്നെപ്പോലെ പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഈ ചീനച്ചട്ടി പെട്ടെന്ന് തീ കയറുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോയിൽ ഈ പുകയൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ രാവിലെ കൊച്ചിന് സ്കൂളിൽ പോകണം, ചേട്ടയ്ക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ആ ഒരു സമയത്ത് തിരക്ക് പിടിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ ഈ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു കുറവുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പക്ഷേ എന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം, എങ്കിലേ നമുക്ക് എന്തെങ്കിലും തിരുത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ചേട്ടയ്ക്ക് ഉച്ചക്കത്തേക്ക് ചോറിന് പാവയ്ക്ക ഫ്രൈയും മീൻ കറിയൊക്കെയാണ് കേട്ടോ. മീൻ കറിയും പാവയ്ക്ക ഫ്രൈയും കൂട്ടി ചോറിനാൻ സൂപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പാവയ്ക്ക ഫ്രൈ കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും കേട്ടോ, പെട്ടെന്ന് കേടെ പോവുകയില്ലേ. അതിനിടയ്ക്കൊന്ന് ആ മുളകും കൂടെ കടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്കിപ്പോൾ തേങ്ങക്കൊത്ത് കാരണം ഞാൻ തേങ്ങക്കൊത്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെയെന്നുള്ളത് നമ്മുടെ അയില ഫ്രൈ ആണ്. ചേട്ടായി പക്ഷേ അയില ഫ്രൈ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകില്ല, ഇത് ഞങ്ങൾക്ക് വേണ്ടി വറുത്താണ് കേട്ടോ. എനിക്ക് അപ്പൂസിന് വേണ്ടിയിട്ട്. കൊച്ചും സ്കൂളിൽ മീൻ ഫ്രൈ കൊണ്ടുപോകില്ല, അവളും കറി കൊണ്ടുപോയത്. പിന്നെ നമുക്കുള്ളത് ക്യാബേജും ക്യാരറ്റും കൂടെ തോരൻ വെച്ചാണ് കേട്ടോ. ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ക്യാരറ്റും ക്യാബേജും കൂടെ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് മീൻ വറുത്തതും അത് അയിലയാണ് കേട്ടോ. പിന്നെ ഈ പാവയ്ക്ക ഫ്രൈയും ഈ ക്യാബേജും ക്യാരറ്റും കൂടെ തോരനും അയില കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.